പ്രിയപ്പെട്ടവരെ, ഞാൻ ജോസഫ്. നിങ്ങൾ എന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ രാജാവായിരുന്നില്ല, ഞാൻ മഹാനായ ഒരു പണ്ഡിതനുമല്ല. എന്നാൽ ഞാനൊരു സാധാരണ തൊഴിലാളിയായിരുന്നു. എന്റെ കൈകളിൽ കട്ടിയും മുറിവുകളും ഉണ്ടായിരുന്നു. എന്നാൽ അതേ കൈകളിൽ ദൈവത്തിന്റെ പദ്ധതിയും ഉണ്ടായിരുന്നു. ദിവസവും വിയർപ്പോടെ അപ്പം സമ്പാദിച്ച ഒരു ശില്പിയായിരുന്നു ഞാൻ. എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഞാൻ അധ്വാനിച്ചു. ദൈവപുത്രനായ യേശുവിനെയും ഞാൻ തൊഴിലിന്റെ മഹത്വം പഠിപ്പിച്ചു. ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കണമെന്ന് ഞാൻ അവനോട് കാണിച്ചു. അതുകൊണ്ടാണ് തൊഴിൽ ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും വേദനയും സന്തോഷവും ഞാൻ അറിയുന്നത്. നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ, നിങ്ങളുടെ പരിശ്രമം ആരും കാണുന്നില്ലെന്ന് തോന്നുമ്പോൾ ഓർമ്മിക്കൂ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഓരോ പരിശ്രമവും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. വിശ്വാസത്തോടെ സത്യസന്ധമായി പ്രവർത്തിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.